ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്ക് ഏവർക്കും നോമ്പുകാല ധ്യാനചിന്തയിലേക്ക് സ്വാഗതം. പ്രാർത്ഥനയോടെ വിശ്വാസത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ധ്യാനിക്കാം. അതിനായി ഒരു തിരുവചനം വായിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 34 മുതൽ 36 വരെ. അവർ അക്കരെ എത്തി ഗന്നേസരത്ത് ദേശത്ത് ചെന്നു. അവിടുത്തെ ജനങ്ങൾ യേശു ആരെന്ന് അറിഞ്ഞു. ചുറ്റുമുള്ള നാട്ടിലെല്ലാം ആളയച്ച് ദീനക്കാരൊക്കെയും യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ മാത്രം തൊടുവാൻ അനുവാദം ചോദിച്ചു. തൊട്ടവർക്കൊക്കെയും സൗഖ്യം വന്നു. കർത്താവിൽ പ്രിയരെ, ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗം കാഴ്ചയ്ക്ക് അതീതമായ വിശ്വാസത്തിൻ്റെ ശക്തിയാണ് വെളിപ്പെടുത്തുന്നത്. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷാകാലം ഇപ്രകാരം യേശുവിൽ വിശ്വസിച്ച്, യേശുവിനോട് അപേക്ഷിച്ച്, യേശുവിൻ്റെ കരസ്പർശനത്താൽ, യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട് ഒക്കെ സൗഖ്യം പ്രാപിച്ച നിരവധി സംഭവങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, പ്രത്യേകിച്ച് സത്യവേദ പുസ്തകത്തിൽ. അതിലൊരു വേദഭാഗമാണ് നാം വായിച്ചത്. യേശുവും ശിഷ്യന്മാരും ഗന്നേസരത്ത് കടൽപ്പുറത്തെത്തുകയാണ്. ആ പ്രദേശത്തെ ജനങ്ങൾ യേശുവിനെ അറിയുന്നു. അവർ യേശുവിനെ അറിഞ്ഞ ശേഷം ചുറ്റുമുള്ള പ്രദേശങ്ങളിലൊക്കെ ആളയച്ച് ആ പ്രദേശങ്ങളിലുള്ള ദീനക്കാരൊക്കെ യേശുവിൻ്റെ അടുക്കൽ, അഥവാ രോഗികളൊക്കെ യേശുവിൻ്റെ അടുക്കൽ കൂട്ടിവരുത്തുകയാണ്. തുടർന്ന് അവർ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രം, അഥവാ തൊങ്ങൽ തൊടുവാൻ യേശുവിനോട് അനുവാദം ചോദിക്കുകയാണ്. യേശു അനുവാദം കൊടുക്കുന്നു. തൊട്ടവർക്കൊക്കെ സൗഖ്യം ലഭിക്കുന്നു. ഇവിടെയാണ് നാം കാഴ്ചയ്ക്ക് അതീതമായ വിശ്വാസത്തിൻ്റെ ശക്തിയെ കാണുന്നത്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കുള്ള ലേഖനത്തിൽ കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ നാം നടക്കുന്നത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വാസം സാധ്യമാകുന്നത് മനുഷ്യഹൃദയങ്ങളിൽ വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കുമ്പോഴാണ്. യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷമാണ് വചനം. ക്രിസ്തുവുമായി ബന്ധപ്പെടുവാൻ ദൈവവചനം ശ്രവിക്കേണ്ടത് അത്യാവശ്യമാണ്. ദൈവവചനം ഉള്ളിൽ വിശ്വാസത്തിൻ്റെ തീജ്വാല ഉളവാക്കുന്നു. ആ വിശ്വാസത്തിൻ്റെ തീജ്വാലയുടെ ശക്തി പരിശുദ്ധാത്മാവിൻ്റെ രൂപത്തിൽ പ്രവർത്തിക്കുന്നതാണ് വിശ്വാസത്തിൻ്റെ ശക്തിയായി നാം കാണുന്നത്. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ദർശിക്കാനാവുകയും ദൈവിക പാതയിൽ നമ്മെ നടക്കുവാൻ പ്രേരിപ്പിക്കുന്നതും ഈ വിശ്വാസത്തിൻ്റെ ശക്തിയാണ്. യഥാർത്ഥമായ ദൈവഭക്തിയുടെ അടിസ്ഥാനവും ഇതുതന്നെയാണ്. ഓരോ മനുഷ്യനും അത്യന്താപേക്ഷിതമായിരിക്കുന്നത് കർത്താവിൻ്റെ നാമത്തിലുള്ള വിശ്വാസം അതുതന്നെയാണ്. യേശു ഒരു പ്രദേശത്ത് വന്നു എന്നറിഞ്ഞ ജനം ആദ്യം യേശുവിനെ അറിയുകയാണ്, അവർ അംഗീകരിക്കുകയാണ്, അവർ വിശ്വസിക്കുകയാണ്, അവർ കൈക്കൊള്ളുകയാണ്. അവർ ദൈവികമായിട്ടുള്ള അത്ഭുതം കാണുകയാണ്, കേൾക്കുകയാണ്, അനുഭവിക്കുകയാണ്. തുടർന്ന് അവരുടെ ഉള്ളിൽ ഒരു ചിന്ത, ഞങ്ങൾ അനുഭവിച്ചത് മറ്റുള്ളവരും അറിയണം.
അങ്ങനെ അവർ ആ പ്രദേശത്തുള്ള ദീനക്കാരൊക്കെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരികയാണ്. യേശുവിനോട് അനുവാദം ചോദിക്കുകയാണ് തൻ്റെ വസ്ത്രം തൊടുക. ആ അനുവാദം കിട്ടിയ രോഗികൾ യേശുവിൻ്റെ വസ്ത്രം തൊട്ട് സൗഖ്യം പ്രാപിക്കുന്നു. വിശ്വാസത്തിൻ്റെ അദൃശ്യ ശക്തിയാണ് ഇവിടെ നാം കാണുന്നത്. ഇന്ന് തിരുവചനം ശ്രവിക്കുന്ന നമുക്കും വിശ്വാസത്താൽ കർത്താവിനെ സ്പർശിക്കുവാനായിട്ട് സാധിക്കും. തിരുവചനത്തിലൂടെ അഥവാ സുവിശേഷത്തിലൂടെ നാം അറിയുന്ന യേശുവിനെ വിശ്വാസത്താൽ, പ്രാർത്ഥനയിലൂടെ, ആരാധനയിലൂടെ, സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ സ്പർശിക്കുവാനാകും. ആമേൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ! അതു ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ! അതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ!